വളരെ വിവാദം സൃഷ്ടിച്ച സംഭവമായിരുന്നു വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെയും മകളുടെയും അപകടമരണം. 2018 സെപ്റ്റംബർ 25-നാണ് അപകടം നടക്കുന്നത്. ഏക മകൾ തേജസ്വിനി സംഭവ ദിവസവും ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ബാലഭാസ്കർ ഒക്ടോബർ 2-നും മരണത്തിന് കീഴടങ്ങിയിരുന്നു. അപകടത്തിൽ ലക്ഷ്മിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഭർത്താവിന്റെയും ഏക മകളുടെയും വിയോഗത്തിൽ വേദന തിന്നു ജീവിക്കുമ്പോഴും ലക്ഷ്മിയെ വിവാദങ്ങൾ വേട്ടയാടിയിരുന്നു. സംഭവത്തിന് ശേഷം ആദ്യമായിട്ടാണ് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി ഒരു തുറന്നു പറച്ചിലുമായി എത്തുന്നത്. മനോരമ ന്യൂസിനാണ് അവർ അഭിമുഖം നൽകിയത്. ഈ ഒരു സംഭവം ഇത്രയും വിവാദമാകാൻ കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ ചില സ്വർണ്ണക്കടത്ത് ബന്ധമുള്ളവർ കടന്നുകൂടിയതായിരുന്നു. എന്നാൽ ഇതേക്കുറിച്ചൊന്നും ബാലുവിന് അറിവില്ലെന്നായിരുന്നു ലക്ഷ്മി അഭിമുഖത്തിൽ പറഞ്ഞത്. അർജുനെതിരെയുള്ള കേസുകളെപ്പറ്റിയും ബാലുവിന് അറിയാമായിരുന്നു. എന്നിരുന്നാലും സഹായിക്കാൻ വേണ്ടിയാണ് ഡ്രൈവർ ജോലി നൽകിയതെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു. യാത്രക്കിടയിലുള്ള ഒരു ഘട്ടത്തിലും ഞങ്ങളെ ആരും ആക്രമിച്ചിട്ടില്ലെന്നും കണ്ടതും അറിഞ്ഞതും മാത്രമേ തനിക്ക് പറയാനാവൂ എന്നും ലക്ഷ്മി പറയുന്നു. ക്ഷേത്രദർശനം നേരത്തെ കഴിഞ്ഞതിനാൽ അന്നുതന്നെ തിരുവനന്തപുരത്തേക്ക് തിരിക്കാൻ തീരുമാനിച്ചു. അതിൽ ആരുടെയും സമ്മർദ്ദമില്ല. അപകടശേഷം ബാലുവിന്റെ മൊബൈൽ ഫോൺ പ്രകാശ് തമ്പിയുടെ കൈവശമായിരുന്നു. പിന്നീട് നൽകാമെന്ന് അമ്മയോട് പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഫോൺ നൽകിയില്ല. ഇവരൊക്കെ ക്രിമിനലുകളാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ബാലഭാസ്കറിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചൊന്നും അറിയില്ല. CBI അന്വേഷണം കൃത്യമായി തന്നെ നടക്കുന്നതിനാൽ അന്വേഷണത്തെ സംബന്ധിച്ച് പരാതിയില്ലെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു. കാർ ഓടിച്ചിരുന്നത് ഡ്രൈവറായിരുന്ന അർജുൻ തന്നെയെന്ന് ലക്ഷ്മി ആവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അപകടം ആസൂത്രിതമായിരുന്നെന്ന് കരുതുന്നില്ലെന്നും അപകടത്തിൽ ഗുരുതര പരിക്കേറ്റതു മുതൽ ഇന്നും താൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിട്ടില്ലെന്നും സംസാരശേഷി ലഭിച്ചതു മുതൽ ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും CBIക്കും കോടതിക്കു മുന്നിലും മൊഴി നൽകിയിട്ടുണ്ടെന്നും ലക്ഷ്മി അഭിമുഖത്തിൽ പറഞ്ഞു. കാറിന്റെ മുൻസീറ്റിൽ മകൾക്കൊപ്പമായിരുന്നു താൻ. ബാലു കാറിന്റെ പിൻസീറ്റിൽ മയങ്ങുകയായിരുന്നു. എപ്പോഴോ കാറിന്റെ നിയന്ത്രണം നഷ്ടമാവുന്നത് പോലെ തോന്നി. കണ്ണു തുറന്നു നോക്കുമ്പോൾ പരിഭ്രമത്തോടെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അർജുനെയാണ് കണ്ടത്. തന്റെ ബോധം മറയുമ്പോൾ പോലും ഡ്രൈവർ സീറ്റിൽ അർജുനായിരുന്നു. പിന്നെ ബ്രെയിൻ ഇഞ്ചുറി ആയിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കാം പാരലൽ വേൾഡിൽ ഞാൻ ബാലുവിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം തോന്നി. മാസങ്ങളോളം അത് തുടർന്നു. പ്രണയവിവാഹമായതിനാൽ ബാലുവിന്റെ കുടുംബം ഞങ്ങളെ അംഗീകരിച്ചിരുന്നില്ലെന്നും അപകടത്തിനു ശേഷം ബാലുവിന്റെ കുടുംബത്തിൽ നിന്നുണ്ടായ പരാമർശങ്ങൾ മാനസികമായി തളർത്തിയെന്നും ലക്ഷ്മി പറഞ്ഞു. അവരുമായി ഒരു പോരാട്ടത്തിനുമില്ല. മകനെക്കുറിച്ചുള്ള അന്വേഷണം മാതാപിതാക്കളുടെ അവകാശമാണെന്നും ഒരുപക്ഷെ തനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ വീട്ടുകാർക്കും ഇഷ്ടക്കേടുമുണ്ടാകാമെന്നും ലക്ഷ്മി പറഞ്ഞു. പ്രതീക്ഷിക്കാത്ത പലരിൽ നിന്നും തനിക്കെതിരെ കേട്ടപ്പോൾ സങ്കടമുണ്ടായി. ആരോപണങ്ങളോട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്ന് പലരും ചോദിച്ചു. ഏറ്റവും വലിയ നഷ്ടം തനിക്കാണ് സംഭവിച്ചത്. ഭർത്താവിനോടും കുഞ്ഞിനോടുമുള്ള തന്റെ സ്നേഹവും അടുപ്പവും ചോദ്യം ചെയ്യാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ലെന്നും ലക്ഷ്മി പറഞ്ഞു. നേരത്തെ ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയെ വിമർശിക്കുന്നവരോട് പ്രതികരിച്ച് സംഗീത സംവിധായകനും ഗായകനുമായ ഇഷാൻ ദേവ് രംഗത്തെത്തിയിരുന്നു. ബാലഭാസ്കറിന്റെ അടുത്ത സുഹൃത്താണ് ഇഷാൻ ദേവ്. ലക്ഷ്മി പറയുന്നത് അവരുടെ ജീവിതമാണെന്നും ആ നെഞ്ചിലെ തീക്കനൽ കാണാൻ എല്ലാവർക്കും സാധിച്ചേക്കില്ലെന്നും ഇഷാൻ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. ലക്ഷ്മിയുടെ അഭിമുഖം വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇഷാന്റെ പ്രതികരണം. ലക്ഷ്മി ബാലഭാസ്കർ പറയുന്നത് ബാലഭാസ്കർ എന്ന ഭർത്താവിനെയും മകളെയും അവർ നേരിടുന്ന ജീവിതത്തെയുമാണ്. നിങ്ങൾക്ക് വേണ്ടത് ചിലപ്പോൾ ഇതിലുണ്ടാവില്ല. അവർക്ക് പറയാനുള്ളത് ബാലു എന്ന ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നവരോടാണ്, അവരുടെ ജീവിതത്തെ ബഹുമാനിക്കുന്ന സൗഹൃദങ്ങളോടാണ്. കല്ലെറിഞ്ഞ് രസിക്കുന്നവർക്ക്, വാർത്തകളും വാചകങ്ങളും കൊണ്ട് കഥ മെനഞ്ഞവർക്ക് നെഞ്ചിലെ തീക്കനൽ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാനും എൻ്റെ കുടുംബവും അന്നും ഇന്നും അവരോടൊപ്പം തന്നെയാണ്. ഞങ്ങളുടെ ബാലു അണ്ണന്റെ ഭാര്യയുടെ കൂടെ. കല്ലെറിഞ്ഞവർ എന്നെയും ചേർത്ത് തന്നെ എറിയുന്നുണ്ട്. അതൊക്കെ ഏറ്റുവാങ്ങുമ്പോഴും എൻ്റെ സ്വന്തം സഹോദരന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനവും സ്നേഹവും പേടിച്ചു മാറ്റി വെക്കാൻ ഞാനും എൻ്റെ ഭാര്യയും തയ്യാറായില്ല. അത് ബാലു അണ്ണൻ അത്രത്തോളം സ്നേഹിച്ച ഭാര്യയോട് ഞങ്ങൾക്കുള്ള കടപ്പാടും സ്നേഹവും ബഹുമാനവുമാണ്. കേസ് പോലീസും CBIയും ഒക്കെ അതിന്റെ നിയമപരമായുള്ള എല്ലാ സാധ്യതകളിലും അന്വേഷിക്കുമ്പോഴും കുറെ ഹൃദയങ്ങൾ വെന്തുരുകുന്നത് കാണുന്നവർ അതിലും പക്ഷപാതം കാണിച്ചു. ചെളിവാരി തേച്ചു രസിച്ചു. മെനഞ്ഞ കഥകൾ കൊണ്ട് ഒരു സിനിമ കഥ പോലെ വില്ലനും നായകനും ഒക്കെയാക്കി. ഇപ്പുറത്തുള്ളവർക്കും ജീവിതമുണ്ട്. അത്രയും ബഹുമാനം പോലും കാണിച്ചില്ല. കുറ്റമല്ല, ആത്മകഥം പറഞ്ഞതാണ്. ബാലഭാസ്കർ പറഞ്ഞു തന്ന അറിവ് മാത്രമേ ഞങ്ങൾക്കും അദ്ദേഹത്തിന്റെ ബന്ധുക്കളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചുമുള്ളൂ. ബാക്കിയൊക്കെ ഒരു പരിധിവരെ കണ്ടറിഞ്ഞത് ജീവിച്ചറിഞ്ഞതും. ലൈവ് ആൻഡ് ഡെഡ് ലൈവ് എന്ന സാമാന്യമായ നീതിയിൽ എല്ലാവരോടും പെരുമാറാൻ പഠിപ്പിച്ച സൗഹൃദങ്ങളും കുടുംബവും മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ബാലഭാസ്കർ എന്ന കലാകാരനുപരി അദ്ദേഹം തന്ന സ്നേഹത്തിനും സൗഹൃദത്തിനും പൂർണ്ണ ബഹുമാനം ഹൃദയത്തിൽ നിന്ന് തന്നെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു രസകരമായ കഥയാകാം. ഞങ്ങൾക്ക് ജീവിതവും. ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ് ഇഷാൻ കുറിച്ചത്.